എടയൂർ പഞ്ചായത്തിന്റെ അഴിമതിയും ദുർഭരണത്തിനും വികസന മുരടിപ്പിനുമെതിരായി സിപിഐഎം എടയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് വളഞ്ഞു. നൂറുകണക്കിന് ജനങ്ങൾ സമരത്തിന്റെ ഭാഗമായി. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം വി.പി. സാനു സമരം ഉദ്ഘാടനം ചെയ്തു. എടയൂർ എടങ്ങേറിലായ 5 വർഷങ്ങൾ എന്ന മുദ്രാവാക്യമാണ് പ്രധാന മുദ്രാവാക്യമായി സമരത്തിലുയർന്നത്. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതി പോലെയുള്ള ജനക്ഷേമ പദ്ധതികൾ പഞ്ചായത്ത് ഭരണസമിതി പൊളിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. 130 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുകയാണ്. സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താതെ ജനം ഇരുട്ടിൽ തപ്പുകയാണ്. അഴിമതി ലക്ഷ്യം വെച്ച് മാത്രം പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഴിമതിക്ക് നേതൃത്വം നൽകിയത് കാരണം ഓംബുഡ്സ്മാൻ കുറ്റക്കാരനായി കണ്ടെത്തിയിരുന്നു. വിദ്യാർത്ഥികൾ, കർഷകർ, വനിതകൾ, യുവാക്കൾ തുടങ്ങിയവർക്കായി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ജനക്ഷേമകരമായ പദ്ധതികൾ പഞ്ചായത്ത് നടപ്പിലാക്കുന്നില്ല. ഇതിനെതിരായി വലിയ വികാരമാണ് ജനങ്ങളിൽ നിൽക്കുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിൽ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. നിക്ഷിപ്തമായ അധികാരം എന്തെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ ആ കസാല ഒഴിവാക്കി പോകേണ്ട കാലം കഴിഞ്ഞു. അധികാരം അറിയാത്തവർ ആ തസ്തികയിൽ ഇരുന്നുകൂടാ. പിന്നെ എങ്ങനെ നാട് നിരവും? തങ്ങളിൽ നിക്ഷിപ്തമായ അധികാരം എന്താണ് എന്ന് അറിയാനുള്ള അതിലുള്ള പ്രാഥമികമായ ധാരണ പോലും ഇല്ലാത്തവരെ പിടിച്ചാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നാട് ഇങ്ങനെ നിൽക്കൊള്ളുന്നേ. ഇനി അധികാരം മാത്രമല്ല, ആ അധികാരം വിനിയോഗിക്കാനുള്ള പണം, അതിന്റെ സുചിന്ത. ഞാൻ ചോദിക്കട്ടെ, ഈ എടയൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു വർഷം ഇവരുടെ ഓൺ ഫണ്ട്, പ്ലാൻ ഫണ്ട്, സെൻട്രൽ പ്രൊപ്പോർഷൻ ഇതെല്ലാം കൂടി ചേർന്നാൽ ഞാൻ പറയുന്നു, എടയൂർ ഗ്രാമപഞ്ചായത്തിന് ഒരു വർഷം ഈ നാട്ടിൽ ചെലവഴിക്കാൻ കിട്ടുന്ന പണം എന്ന് പറയുന്നത് ഒരു 7-7.5 കോടി രൂപ. അങ്ങനെ 5 വർഷക്കാലത്ത് നിങ്ങളെടുത്തോ എന്ത് മാറ്റം ഈ പഞ്ചായത്തിൽ ഉണ്ടാക്കി? ഞങ്ങൾ വെല്ലുവിളിയായി ചോദിക്കാണ്. നിങ്ങൾ ആ വെല്ലുവിളി സ്വീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നത് ചെയ്തു എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു അവസരമുണ്ട്. സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം കെ.എ. സക്കീർ സമരത്തിൽ അധ്യക്ഷനായി. സിപിഐഎം ഏരിയ സെക്രട്ടറി വി.കെ. രാജീവ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ.കെ. രാജീവ്, വി.പി. റംല എന്നിവർ സംസാരിച്ചു. സിപിഐഎം എടയൂർ ലോക്കൽ സെക്രട്ടറി പി.എം. മോഹനൻ സ്വാഗതവും കെ.പി. ഷാജിമോൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്. Delhi International School, where every learner is a leader.